കേരളത്തിന് പുറത്ത് 10 ഗേൾസിനായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാ. നമുക്ക് നോക്കാം. എക്സൈറ്റഡ്. നിങ്ങൾ അറിയൂ, ഒരു കല്യാണത്തിന്റെ ഫ്ലെക്സ് ആണിത്. അതേ ഇതന്നെ ആയിരിക്കും. അരപ്പട്ട മാലയാക്കുന്നതാണത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാവലറിൽ കയറിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാ പ്രോഗ്രാമിനുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രോഗ്രാം ആക്ച്വലി പോണ്ടിച്ചേരിയും ഉണ്ട് ഗുരുവായൂരും ഉണ്ട്, 2 പ്രോഗ്രാമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പോണ്ടിച്ചേരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓരോരുത്തരെയും കാണിച്ചു തരാം. അതെങ്ങനെയാ പാട്ട് വെക്കുന്ന കോപ്പിറൈറ്റ്. അനാമിക ഒന്നിങ്ങോട്ട് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഛർദിക്കോന്ന് അറിയില്ല അല്ലേ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത. ഇപ്പൊ നമ്മൾ അങ്ങനെ ആവേശത്തിലേക്ക് കയറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ കയറും. എന്ന് വെച്ചാൽ ഇപ്പൊ ഛർദിക്കോന്ന് ചെറിയൊരു സ്ട്രെസ് ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളകിയിട്ട് കാണാം. എന്താണ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്? വലിയ ടെൻഷൻ ഒന്നും ഇല്ല. ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, കയറണം, കളിക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് 10 ഗേൾസ് പുറത്ത് പോകുന്നത്. നമ്മള് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് 10 ഗേൾസിനായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാ. നമുക്ക് നോക്കാം. എക്സൈറ്റഡ്. ഒരു ട്രിപ്പ് ടൂറൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ 1 2 3 4 നല്ല അടിപൊളി കോഫിയും മോശമില്ലാത്ത പപ്സും. കോഫി എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോന്ന കോഫി അല്ല, ഇങ്ങനെ ഉറങ്ങ് ഇത് കോയമ്പത്തൂരാണ് ഗൈസ്. അങ്ങനെ പാട്ട് വെച്ച് നമ്മളൊന്ന് ഓണായിട്ടുണ്ട്. ഈ ഫുൾ അടിച്ച് പൊളിക്കലാണ്. ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് പാട്ട് മ്യൂട്ടാക്കി വെച്ചിട്ടാണുള്ളത്, കോപ്പിറൈറ്റ് കൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് 7 ദിവസത്തെ പ്രോഗ്രാമിലൊക്കെ പോകുന്നത്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പ്രോഗ്രാം, ഇപ്പോൾ നോർത്തിലാണെങ്കിൽ കൂടി നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 4 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. ബിക്കോസ് ഓഫ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും. ഇന്ന് നമ്മൾ വണ്ടി പോകുന്നതുകൊണ്ട് തന്നെ, വണ്ടി പോകുന്നത് മാത്രമല്ല നമ്മൾ കുറേ ദിവസം പ്രോഗ്രാം ഉള്ളതുകൊണ്ട് 7 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ 7 ദിവസം ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രസം ഈ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു ബോണ്ടും വന്നിട്ടുണ്ട് 7 ദിവസം ഒരുമിച്ചായതുകൊണ്ട്. ഇപ്പൊ സേലത്തിന്റെ അടുത്താണുള്ളത്. ഞാൻ ഗീ റോസ്റ്റ് ആണ് പറഞ്ഞത്. ഇതൊന്നും പോരാ, ഇതൊക്കെ ഓക്കെ ഗൈസ്. ഫുഡ് കഴിച്ചു, നേരെ ഒറ്റ പോക്കാണ്. ഇനി റിസോർട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ലൊക്കേഷനിലെത്തി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 7 മണിക്കേ റൂം കിട്ടുള്ളൂ എന്നാണിപ്പോൾ പറയുന്നത്. റൂമിൻ്റെ ആൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ 7 മണി വരെ നമ്മൾ ഉറങ്ങാണ്ട് നിൽക്കണം. അതാണ് ഒരു ടാസ്ക്. 7 മണിക്ക് ശേഷം ഇപ്പുറത്തിരി അവിടെ ഇതുണ്ട്. അപ്പോൾ 7 മണിക്ക് റൂം കിട്ടും. അതുവരെ ഇങ്ങനെ നിൽക്കണം. ടാസ്ക്. നിങ്ങൾ അറിയൂ, ഒരു കല്യാണത്തിന്റെ ഫ്ലെക്സ് ആണിത്. അയ്യോ അപ്പ ഇതന്നെ ആയിരിക്കും. എന്റെ മനസ്സ് പറയുന്നത് ഇതന്നെയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് റീൽസ് എടുക്കാനാവൂല. ഓഡിറ്റോറിയത്തിൽ പോയി റീൽസ് എടുക്കണം. ഓഡിറ്റോറിയത്തിൽ റീൽസ് എടുക്കണമെങ്കിൽ ഇന്ന് തന്നെ എടുക്കണം, നാളെ എടുക്കാൻ പറ്റൂല. റൂം കിട്ടി നമ്മൾ കുറേ നേരം ഉറങ്ങി ഉച്ച വരെ. ഇപ്പോൾ സ്റ്റേജ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇപ്പോൾ ആണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടിയത്. ചമ്മോ ഒടുക്കത്തെ വെയിൽ. അപ്പം അതിനടിയിൽ സ്വിച്ച് ഉണ്ട്.
കൊഞ്ചം ഗൈസ് ചോറ് തിന്നുകയാണ്. നമ്മുടെ തമിഴ്നാട് സാമ്പാർ, അരി, അച്ചാർ, പരിപ്പ്, പപ്പടം, പിന്നെ ഉഴുന്നുവട ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു. ഞാൻ ഉഴുന്നുവട മാത്രമാണ് കഴിച്ചത്, കാരണം എനിക്ക് ഈ റൈസ് പറ്റില്ല. അത്ര തന്നെ. പറഞ്ഞോ ഉഴുന്നുവട വാങ്ങിച്ച് കഴിച്ച്. അതാ കഴിച്ചത്. വേണ്ട ഞാൻ കഴിച്ചു, എനിക്ക് വയറ് നിറഞ്ഞു. ഇതാണ് വത്തക്കുളമ്പ്. സോ ഗുഡ്. ഇനി നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് അത്യാവശ്യം ലക്ഷറി വെഡ്ഡിങ് ആണ് ഇതെന്ന്. തമിഴ്നാടിൻ്റെ പഴയ CM, പിന്നെ നമ്മുടെ കട്ടപ്പ, ബാഹുബലിയിലെ കട്ടപ്പ, പിന്നെ ഡോറയിൽ അച്ഛൻ, അങ്ങനെ ആരല്ലോ തമിഴിലുള്ള കുറേ ആക്ടേഴ്സ്, പിന്നെ പൊളിറ്റീഷ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റഷായിരുന്നു, ബൗൺസേഴ്സും മീഡിയ, അതിൻ്റെ ഇടയിൽ ഞങ്ങളും. അരപ്പട്ട മാലയാക്കുന്നതാണത്. പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പാണ് ഫോണ് തൊടാൻ പറ്റിയത്. പ്രോഗ്രാമിന് മേക്കപ്പ് ഇട്ടതും കളിച്ചതും നമ്മൾ അറിഞ്ഞിട്ടില്ല, അത്രയും സ്പീഡിലായിരുന്നു. റെഡി ആയിട്ട് ഫുഡ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഷോർട്സ് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. കാണേണ്ടവർ അത് പോയി ഒന്ന് കാണുക. കാരണം ഞാൻ ഇതിലത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറേ തമിഴ്നാട് ഫുഡായിരുന്നു. കുറേ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും എല്ലായിട്ടുള്ള മിക്സ് ഉണ്ട്. എന്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ്, പോപ്കോണ്, ചോക്ലേറ്റ് ഫൗണ്ടൈൻ, ഐസ്ക്രീംസ്, പാനിപ്പൂരി, ഇങ്ങനത്തെ സാധനങ്ങളില്ലേ നമ്മളെപ്പോഴും കഴിക്കുന്ന അൽക്കുലത്തെ സാധനങ്ങൾ, അതെന്തായാലും പുറത്തുണ്ട്. ഈ തമിഴ്നാട് കൾച്ചർ ഫുഡ് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഇപ്പുറത്തെ സാധനമുണ്ട്. ഇത് പിന്നെ നമ്മളൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് ഒതൻറ്റിക് ഫുഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിച്ചത്. ഇത് വായിക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്ത് ഇഷ്ടം പോലെ പോപ്കോൺ, ലേസ്, സ്നാക്സ് എന്നിട്ട് കുറേ സാധനങ്ങളുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തെല്ലാം ഓൺ വോയിസ് കയറ്റുന്നത്. മാക്സിമം ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് പോവുകയാണ് ചെയ്തത്. ഇപ്രാവശ്യത്തെ വീഡിയോയിൽ റെക്കോർഡിങ് വോയിസ് ഞാൻ മാക്സിമം കുറക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇവിടെയൊക്കെ സോങ്സ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു വലിയ റിസോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാട്ടിനൊരു സ്റ്റേജ്, പിന്നെ ഗസ്റ്റിന്, ബ്രൈഡിനും ഗ്രൂമിനും നിൽക്കാനൊരു സ്റ്റേജ്, പിന്നെ അതുകൂടാതെ ഒരു ലോക്കൽ തമിഴ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിൽ പാട്ടും DJ ആയിട്ട് പുറത്തൊരു സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജാണ്. ഞാൻ കർണാടക വല്ലാതെ ഓർക്കുന്നു. റൂമിൽ വന്ന് കല്യാണം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം ഫോൺ കൊണ്ട് കളിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. രാവിലെ നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് ഉറങ്ങും, അത്രയേ ഉള്ളൂ. റൂമിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിക എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് ഈ വാതിൽ തുറന്ന്. അപ്പോൾ ഇവർ പരാമർശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാതിൽ ഓൾറെഡി പൂട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവർ പരാമർശം. എനിക്ക് ഓർമ്മയില്ല. ഇവർ ഉറപ്പിച്ച് പറയാൻ ഈ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ടാണ് അനാമിക എന്ത് ചെയ്ത് പുറത്തു പോകുന്നത്. ഇവരെല്ലാം ഇത് കണ്ടിട്ട് ഇപ്പൊ വന്ന ജനങ്ങളാ. അപ്പൊ ഇത് സംഭവം ഇതെല്ലാം ഞാൻ പറഞ്ഞു പുറത്ത് പോയാളോടി അകത്തെ കയറിയത് പുറത്ത് കണ്ടാ വാതിൽ വന്നോട്ടെ കണ്ടാ വാതിൽ കൂട്ടി ആരുമില്ല. ഞാൻ പേടിക്കാത്ത എന്നറിയാവോ, എന്റെ വിചാരം ഓൾറെഡി തുറന്നിട്ടുള്ളത് ഓൾറെഡി പൂട്ടിയിട്ട് കണ്ട്. എന്നിട്ട് ഇവര് ഇത് കാണുന്നേ നമ്മള് ശ്രദ്ധിക്കുന്നില്ല. അത് ലോക്കാണ്. കണ്ടാ 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 വാതിലടിച്ച് ഇതാണ് അവസ്ഥ. സിനിമ കാണാൻ വരുന്നത് വ്ളോഗ് എടുത്തിരിക്കില്ലേ. ദൃശ്യം 3 കാണാൻ പോവാണ്. അമ്മേ
എല്ലാരും കിട്ടുന്നില്ലേ? സിനിമ കാണിക്കുകയാണ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ. ഇത് കണ്ട, ഇപ്പം സമയം 5:30 അത്രേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഇവിടെ രാവിലെ ആവും. നമ്മളിപ്പോൾ റീൽസ് എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. പഴം. നമ്മൾ റീൽസ് എടുക്കാൻ വെച്ച സ്ഥലമായിരുന്നു ഇത്. ഇന്നലെ പക്ഷെ ഇവിടെ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പടക്കക്കട ഗുദാഹവ. ഇതാണ് അവസ്ഥ. ഒരു ഇവൻറ്റ് നടന്നതാണ് ഇന്നലെ. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ റീൽസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അപ്പുറത്തില്ലേ മറ്റേ സ്ഥലോ, അവിടെ എന്താ വെച്ചാൽ അവിടെ ഇപ്പം ചോദിക്കണ. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉറങ്ങാന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. കാരണം അത് തുറന്നിട്ടില്ല. തുറന്നിട്ടില്ല എന്നല്ല, കിളി അത് എടുക്കാൻ പറ്റൂല. അപ്പുറത്തൊരു റിസോർട്ടുണ്ട്, അതും അത്യാവശ്യം നല്ല റിസോർട്ടാണ്. അവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയി ചോദിച്ച് നോക്കട്ടെ റീലെടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ റെഡി ആയിട്ട് ഞാൻ വന്നു. നോക്കുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. കാരണം ഞാൻ വന്നത് 12 മണിക്കാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. ഇവരെല്ലാം നേരത്തെ കഴിച്ചു. ഇനി ലഞ്ച് കഴിക്കാം. പിന്നെ ഇപ്പം നമ്മൾ കഥകളീൻ്റെ അവരുണ്ടായിരുന്നു. അത് ചെക്കനെയും പെണ്ണിനെയും ഞാൻ കാണിച്ചത്. ഓക്കെ, അതാണ് ചെക്കനും പെണ്ണും. അപ്പോൾ നമ്മൾ കഥകളി കഴിഞ്ഞ്, നമ്മൾ കഥകളി കഴിഞ്ഞ് 5 കഥകളി ഉണ്ടായിരുന്നു ടോട്ടൽ. അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി എല്ലാം റെഡിയായി. ഇനി വെറുതെ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതറിയില്ല. ഇപ്പോൾ നമ്മൾ ഉലാത്തുകയാണ്. ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഉലാത്തുകയാണ്. വീഡിയോ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമാണ് കഴിക്കുന്നത്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാം. രാവിലെ എഴുന്നേൽക്കാൻ ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പിന്നെന്താ പറയുക, പിന്നെ ഇവക്കിതാണ് പണി. ഇവളിപ്പോൾ ഒരു ബൊക്കെ ആക്കും ഇവിടെ. ഗൈസ്, നമ്മൾ റീൽസ് എടുക്കാൻ റീൽസ് എടുത്ത് ചാച്ചി ഇതായിരിക്കും ഫ്രെയിം എടുക്കാം. നമുക്കിപ്പോൾ എങ്ങനെയാ വൃത്തിയില്ല. ഇത് വൃത്തി ഉണ്ടെങ്കിൽ ഇന്ന് മറ്റേ ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ ഇല്ലേ, നമ്മൾ ബേക്കലിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞേ, അതേപോലെ തന്നെ കിട്ടുമൊരു സ്കൈ ബ്ലൂ ആയിട്ട്. പക്ഷെ ഇനിയാവൂലപ്പാ, കാരണം ഇനിയിപ്പോൾ ഗസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് കിട്ടുവേനു. അത്ര അലമ്പല്ലേനു. ഒരു ബ്ലൂ സ്കൈയും നമ്മൾ അതുപോലെ കിട്ടുവേനു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ പോയിരുന്ന ഗെയിംസ് കളിക്കാം. നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് നമ്മൾ ഒന്നും കളിച്ചിട്ടില്ല. ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഒരു സാധനവും കളിച്ചിട്ടില്ല. നമ്മളാകെ ഇമ്പോസ്റ്റർ, അത് സിംഗിൾ ഗെയിം അല്ലേ, ഗ്രൂപ്പ് ഗെയിം നമ്മളൊന്നും കളിച്ചില്ല. സാധാരണ നമ്മൾ ഇമ്പോസ്റ്റർ അല്ലേ പ്ലാസ്റ്റിക്, അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടെങ്കിൽ 2 മിനിറ്റാവും ഈ വീഡിയോ. നമ്മളെന്തെങ്കിലും ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ വരുന്ന എന്തെങ്കിലും ഗെയിം കളിക്കട്ടെ. ഓക്കെ, അപ്പോൾ കാണാം. ഗൈസ്, ലഞ്ച് കഴിക്കുവാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോറല്ല അങ്ങനത്തെ സൈഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചു. പിന്നെ ഐസ്ക്രീംസും ഫ്രൂട്ട്സും കഴിക്കുന്നതാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല. അതിനുശേഷം ഇതാ നമ്മൾ പോവുകയാണ്, നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. സോ ലെറ്റ്സ് പാക്ക് ദ സ്റ്റഫ്. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യും. ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വെക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഗെയിംസ് കളിച്ചായിരുന്നു. പക്ഷേ ഗെയിംസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഗെയിംസ് കളിച്ചാണ് നമ്മൾ പോയത്. ഈവനിങ് ടൈം, ടീ ടൈം. ഗൈസ്, ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നിട്ടാണുള്ളത്. പക്ഷേ ഇവിടുത്തെ മെനു പോരാ. അതുകൊണ്ട് എല്ലാവരും മുഖത്തൊരു സാഡ്നെസ് ഉണ്ട്. ഡിന്നർ അത്ര പോരായിരുന്നു. പിന്നെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ വിട്ടു പാലക്കാടെത്തി. പാലക്കാട് നിന്ന് ഗുരുവായൂരിലെ പ്രോഗ്രാം ഉള്ളവർ ഗുരുവായൂരിലേക്ക് പോയി, പ്രോഗ്രാം ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവർ നാട്ടിലേക്ക് പോയി. അങ്ങനെ 2 പേര് സ്പ്ലിറ്റായിട്ട് പോവുകയാണ്. കുറച്ച് പേര് തൃശ്ശൂർക്ക്, കുറച്ച് പേര് തലശ്ശേരിയിലേക്ക്. ഇനി ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ.